പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ തർക്കമുണ്ടായി. കാര്യോപദേശ സമിതിയിലായിരുന്നു ഇരുവരും തമ്മിൽ വലിയ തർക്കമുണ്ടായത്. തർക്കത്തിന് കാരണമായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബജറ്റ് അവതരണം ഫെബ്രുവരി 5-ാം തീയതി നടത്താം എന്ന ഒരു തീരുമാനം അറിയിച്ചു. എന്നാൽ 5-ാം തീയതി സാധിക്കില്ല എന്നും ബജറ്റ് അവതരണം 2-ാം തീയതിയിലേക്ക് മാറ്റണം, കാരണം KPCCയുടെ ജാഥ ആ സമയങ്ങളിലായിരിക്കും, അതിന്റെ തിരക്കിലായിരിക്കും കോൺഗ്രസ് പ്രവർത്തകർ, നേതാക്കന്മാരെല്ലാവരും. അതുകൊണ്ട് 5-ാം തീയതിയിൽ നടത്തേണ്ട ബജറ്റ് 2-ാം തീയതിയിലേക്ക് മാറ്റണമെന്നൊരു ആവശ്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുൻപോട്ട് വെച്ചു. പക്ഷേ അതിനെ കേട്ടപാടെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിർക്കുകയായിരുന്നു. നിങ്ങൾ സർക്കാരിന്റെ ഒരു പരിപാടിയിലും സഹകരിക്കാറില്ല, യാതൊരു തരത്തിലും സഹകരിക്കാത്ത പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യവും അംഗീകരിക്കുവാൻ ഭരണപക്ഷം, അതായത് ഇടതുപക്ഷം, LDF തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഈ സർക്കാർ അതിന് അനുകൂലമായ നിലപാടിലേക്ക് എത്തില്ല. 5-ാം തീയതിയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ 5-ാം തീയതി തന്നെ നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. ശേഷം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് ഒരു താക്കീത് കൂടി നൽകി. അമ്മാതിരി വർത്തമാനങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു. മുഖത്തടിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും തിരികെ പറഞ്ഞു, ഇമ്മാതിരി വർത്തമാനങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് നടത്തുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞ് കാര്യോപദേശ സമിതിയിൽ നിന്നും പ്രതിപക്ഷ നേതാവും അംഗങ്ങളും ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം സർക്കാർ പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യം അംഗീകരിക്കാതിരുന്നത്? ഭരണപക്ഷം മുൻപോട്ട് വെച്ച പല പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു പ്രതിപക്ഷം. ഏറ്റവും ആദ്യം കേരളീയം പരിപാടിയായിരുന്നു. കേരളത്തിന്റെ യശസ് വാനോളം ഉയർത്തുവാൻ, പല മേഖലയിലുള്ള ആളുകളെ കേരളത്തിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനൊക്കെ വേണ്ടിയിട്ട് കേരളത്തിന്റെ വികസനം വിളിച്ചു പറഞ്ഞുകൊണ്ട്, കേരളത്തിന്റെ പ്രവർത്തന രീതികൾ വിളിച്ചു പറഞ്ഞുകൊണ്ട്, സംസ്കാരം വിളിച്ചു പറഞ്ഞുകൊണ്ടൊക്കെ നടത്തിയ കേരളീയം പരിപാടി വലിയ ബ്രാൻഡാക്കി മാറ്റുവാൻ, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ വലിയ ബ്രാൻഡാക്കി മാറ്റുവാൻ വേണ്ടി നടത്തിയ കേരളീയം പരിപാടി ധൂർത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം അതിനോട് എതിർത്ത് നിൽക്കുന്നു. കണക്കുകൾ ഓരോന്നും മാധ്യമങ്ങളിലൂടെ സാധാരണക്കാരിലേക്ക് എത്തിച്ച് സർക്കാർ വലിയ ധൂർത്ത് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളീയം ബ്രാൻഡിനെ തന്നെ തകർത്തെറിയുന്ന തരത്തിലേക്ക് വലിയ സമ്മേളനങ്ങളും വലിയ വാർത്താ സമ്മേളനങ്ങളും ഒക്കെ പ്രതിപക്ഷ നേതാവിന്റെയും അണികളുടെയും ഭാഗത്തു നിന്നുണ്ടാകും. എന്നാൽ അങ്ങനെയല്ല. കേരളീയം ഒരു ബ്രാൻഡായി മാറിയാൽ കേരളത്തിന് പിന്നീട് വലിയ ഗുണങ്ങൾ ഉണ്ടാകും, വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകും എന്ന തരത്തിലേക്ക് പറയുന്ന ജനങ്ങളും ഉണ്ടായിരുന്നു. ഭരണപക്ഷം അക്കാലത്തിൽ പറഞ്ഞിരുന്നത്, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി കേരളീയം മാറ്റുവാൻ ഇപ്പോൾ സാമ്പത്തികപരമായ പിരിമുറുക്കമൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് നമ്മുടെ ബ്രാൻഡ് വലുതാക്കി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള സഹകരണങ്ങളും സഹായങ്ങളും വലിയ തോതിൽ കേരളത്തിലേക്ക് വരും, വലിയ ഫണ്ടിങ് കേരളത്തിലേക്ക് ഉണ്ടാകും എന്ന തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിരോധിച്ചിരുന്നത്. പക്ഷേ കേരളീയ പരിപാടിയിലൂടെ സർക്കാർ വലിയ ധൂർത്ത് നടത്തുന്നു, പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ ഭരണ നേട്ടങ്ങൾ എന്ന തരത്തിലേക്ക് പലതും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു മാർഗമായി മാത്രമാണ് കേരളീയത്തെ ഉപയോഗപ്പെടുത്തിയത് എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തയും പരന്നിരുന്നു. അതുകൊണ്ട് കേരളീയത്തിൽ പ്രതിപക്ഷം സർക്കാരിനോടൊപ്പം നിന്നിരുന്നില്ല. പിന്നീട് നവകേരള സദസ്, കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നടന്ന നവകേരള സദസ്സിനെതിരെ ധൂർത്താണെന്ന പേരിൽ, അത് അനാവശ്യ യാത്രയാണെന്ന പേരിൽ, അത് ഖജനാവ് കൊള്ളയടിക്കുവാനുള്ള യാത്രയാണെന്ന പേരിൽ പല ആരോപണങ്ങൾ ഉന്നയിച്ചു. 140 മണ്ഡലങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും KSUവിന്റെ നേതൃത്വത്തിലും മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും UDFന്റെ നേതൃത്വത്തിലും ഒക്കെ വലിയ സമ്മേളനങ്ങളും പ്രതിഷേധങ്ങളും കരിങ്കൊടി പ്രതിഷേധങ്ങളും ഒക്കെ നടത്തി. അങ്ങനെയും അപകീർത്തിപ്പെടുത്തി. സ്കൂളിന്റെ മതിലുകൾ പൊളിക്കുന്നു, സ്കൂൾ കുട്ടികളെ അനാവശ്യമായ നവകേരള സദസ്സിലേക്ക് എത്തിക്കുന്നു, സ്കൂൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, സർക്കാർ ജീവനക്കാരെ നവകേരള സദസ്സിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും നവകേരള സദസ്സിനെയും ജനസമക്ഷം ഇല്ലാതെയാക്കി പ്രതിപക്ഷം എന്നതിന്റെ പക മുഴുവനും ഇടതുപക്ഷത്തിന്റെ ഹൃദയത്തിലുണ്ട്, ഭരണപക്ഷത്തിന്റെ ഹൃദയത്തിലുണ്ട്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാകണം യാതൊരു തരത്തിലും പ്രതിപക്ഷവുമായി ഒത്തുചേർന്നു പോകില്ല എന്ന നിലപാടിൽ 5-ാം തീയതി തന്നെ ബജറ്റ് സമ്മേളനം നടത്തും, യാതൊരു കാരണവശാലും അത് KPCCയുടെ ജാഥയ്ക്ക് വേണ്ടി മാറ്റില്ല എന്ന് പറഞ്ഞത്. അവിടെയും തീർന്നില്ല. ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ വെച്ച് കേന്ദ്ര സർക്കാരിനെതിരായി നടത്തുവാൻ പോകുന്ന പരിപാടിയിൽ കേരളത്തിലെ പ്രതിപക്ഷം പങ്കെടുക്കില്ല എന്നും, കേരളത്തിൽ അതിനേക്കാൾ വലിയ സാമ്പത്തിക പിരിമുറുക്കത്തിലേക്ക് ഇവിടുത്തെ സർക്കാർ ജനങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ നടക്കുന്ന പരിപാടിയിൽ, സമ്മേളനത്തിൽ, ആദ്യം സമരം എന്ന് പറഞ്ഞ് പിന്നീട് സമ്മേളനമാക്കി മാറ്റിയ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നും പറഞ്ഞ് എല്ലാ തരത്തിലും സർക്കാരിന്റെ പരിപാടികളെ, ഇടതുപക്ഷത്തിന്റെ പരിപാടികളെ, സർക്കാർ സംവിധാനങ്ങളെ എല്ലാം സമ്മർദ്ദിതാക്കുന്ന തരത്തിലേക്കായിരുന്നു പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും എല്ലാം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ 5-ാം തീയതിയിൽ ബജറ്റ് അവതരണം നടത്തുമെന്ന് ഭരണപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നടത്തിയിരിക്കും, അതിലൊരു തർക്കവും വേണ്ട എന്ന് മുഖത്തടിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതും ഇമാതിരി വർത്തമാനങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് ചുട്ട മറുപടി തിരിച്ച് പ്രതിപക്ഷ നേതാവും കൊടുത്തത്. അങ്ങനെ സമരങ്ങളോട് സമന്വയപ്പെട്ടു പോകാതെ
പരിപാടികളോട് സമന്വയപ്പെട്ടു പോകാതെ ഇരു പാർട്ടികളും രണ്ട് ചേരികളിലാണ്. ദേശീയ തലത്തിൽ അവർ ഒന്നിച്ചു നിൽക്കേണ്ട കക്ഷികളാണെങ്കിൽ പോലും കേരളത്തിൽ കടുത്ത അകൽച്ചയിൽ തന്നെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന് പ്രകടമായി കാണിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് കാര്യോപദേശ സമിതിയിലും നടന്നത്.